ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. അങ്ങനെ അമ്പരമധ്യത്തിൽ കൂടി അംബുജനയന വാഹനനെ പോലെ വിമാനം പറക്കുകയാണ്. രാവണൻ, കുംഭകർണൻ, മേഘനാഥൻ, അതികായൻ, ത്രിശിരസ്, പ്രഹസ്തൻ, മഹാപാർശ്വൻ, മഹോദരൻ, അകമ്പനൻ, കുംഭൻ, നികുംഭൻ ആദിയായ രജനീചര വീരന്മാർ, മരിച്ചു വീണ രണാങ്കണം, രഘുവരൻ, രമാദേവിയായ സീതയെ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് കാണിച്ചു കൊടുത്തു. ഉത്തരാഭിമുഖമായി ആ ഉത്തമ വാഹനം അന്തരീക്ഷത്തിൽ പ്രകാശധോരണി വിതറി പറന്നുകൊണ്ടിരുന്നു. അവിടെ വാനരന്മാർ കെട്ടിയ 100 യോജന നീളമുള്ള സേതുവും ദേവിക്ക് ദൃശ്യമാക്കി കൊടുത്തു. അപ്പോൾ തൻ്റെ ഉത്സംഗത്തിൽ ചാരിക്കിടന്നിരുന്ന സീതയുടെ വാർകൂന്തള ബന്ധനത്തിൽ ഹനുമാൻ തന്നെ ഏൽപ്പിച്ച ചൂടാരത്നത്തെ വൽക്കല തുമ്പിൽ നിന്നും അഴിച്ചെടുത്ത് അഴകോടെ അളിവർണ്ണൻ അണിയിച്ചു. ആ സമയം പ്രിയതമന്റെ അങ്കുലിയിൽ അണിയിക്കുവാനായി അവനിപുത്രി തൻ്റെ വിരലിൽ നിന്നും ഹനുമാൻ നൽകിയ അങ്കുലീയകം ഊരിയപ്പോൾ പെട്ടെന്നത് കയ്യിൽ നിന്നും വഴുതി അമ്പുതി മധ്യത്തിൽ തെറിച്ചു വീണുപോയി. നാഥ, അങ്ങയുടെ വിരലിൽ അണിയിക്കുവാൻ ഞാൻ ഊരിയ തിരുവാഴി അബദ്ധത്തിൽ ആഴിയിൽ വീണുപോയല്ലോ. സീത സങ്കടത്തോടെ ആഹ്ലാദപ്പെട്ടു. ഹനുമാൻ അത് കേട്ടു. രാമഭദ്രൻ സമീരണപുത്രനെ സാകൂതമൊന്ന് വീക്ഷിക്കുകയും ചെയ്തു. പെട്ടെന്ന് വിമാനത്തിന്റെ ഗതി നിലച്ചു. വാദാത്മജൻ ഉടനെ വാരിധി മധ്യത്തിലേക്ക് എടുത്തുചാടി. അല്പസമയത്തെ മുങ്ങിത്തപ്പലിനു ശേഷം അനിലപുത്രൻ ഉയർന്നു വന്ന് ഉൽപ്പല നയനനോട് ഉണർത്തിച്ചു. ഭഗവാനെ, ആഴിയുടെ അടിത്തട്ടിൽ അനവധി ഇത്തരം തിരുവാഴികൾ അടിയൻ കണ്ടു. അവയിൽ ഏതാണ് സീതാദേവിയുടെ കയ്യിൽ നിന്നും വീണതെന്ന് അടിയന് അറിയാൻ കഴിഞ്ഞില്ല. എല്ലാ തിരുവാഴികളും ഒരേപോലെ ഇരിക്കുന്നു. രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനു മുമ്പുള്ള മന്വന്തരങ്ങളിൽ പല രാമാവതാരങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ സീതയുടെ കയ്യിൽ നിന്നും ഓരോ തിരുവാഴി ഇവിടെ പോയിട്ടുമുണ്ട്. അക്കൂട്ടത്തിൽ ഈ മോതിരവും അവിടെ കിടന്നുകൊള്ളട്ടെ. ഹനുമാൻ പ്രയത്നം മതിയാക്കി വിമാനത്തിൽ കയറിയിരുന്നു. ഉടനെ അത് പ്രയാണവും ആരംഭിച്ചു. സേതുവിന്റെ ഉത്തരഭാഗത്തിന് മുകളിൽ വിമാനം എത്തിയപ്പോൾ രഘുപതി പ്രിയതമയോട് പറഞ്ഞു, സീതയെ താഴോട്ട് നോക്കൂ. ഭഗവാൻ പരമശിവനെ ഞാൻ പ്രതിഷ്ഠിച്ച രാമേശ്വരം ക്ഷേത്രമാണിത്. ഇവിടെ വന്ന് ഈ പുണ്യക്ഷേത്രം ദർശിക്കുന്നവൻ എത്ര കൊടിയ പാപിയാണെങ്കിലും അവന്റെ പാപങ്ങളെല്ലാം അറ്റുപോകും. ഇവിടെ വെച്ചാണ് വിഭീഷണൻ എന്നെ ആദ്യമായി വന്നു കണ്ടത്. എല്ലാവരും അവിടെ ഇറങ്ങി പന്നകഭൂഷണനെ തൊഴുത് തർപ്പണ പൂജകളും നടത്തി വീണ്ടും യാത്ര തുടർന്നു. മഹേന്ദ്രഗിരിയുടെ ഉപരിതല നഭോമണ്ഡലത്തിലെത്തിയപ്പോൾ രാമൻ പറഞ്ഞു, ഈ കൊടുമുടിയിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാൻ നിന്നെ കാണാനായി സമുദ്രത്തിന്റെ മീതെ ലങ്കയിലേക്ക് ചാടിയത്. അവൻ അവിടെ വന്ന് കാണിച്ച വീരപരാക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. വിമാനം പിന്നെയും പറന്ന് കിഷ്കിന്ധയ്ക്ക് സമീപമെത്തി. ആ കാണുന്നത് സുഗ്രീവന്റെ രാജ്യമായ കിഷ്കിന്ധയാണ്. അവിടെ വെച്ചാണ് ഇന്ദ്രാത്മജനായ ബാലിയെ ഞാൻ നിഗ്രഹിച്ചത്. ആ ബാലിയുടെ പുത്രനാണ് നമുക്ക് വേണ്ടി രാവണന്റെ മുമ്പിൽ ദൂത് പറഞ്ഞ അങ്കദൻ. അവനാണ് സുഗ്രീവന്റെ പിറകിൽ ഇരിക്കുന്നത്. കിഷ്കിന്ധയ്ക്കപ്പുറത്ത് കാണുന്ന മലമുകളാണ് മതങ്കാശ്രമം സ്ഥിതി ചെയ്തിരുന്ന ഋഷ്യമൂകാചലം. ബാലിയെ ഭയപ്പെട്ട് സുഗ്രീവൻ താമസിച്ചു കൊണ്ടിരുന്നത് അവിടെയാണ്. അവിടെ വെച്ചാണ് വടുരൂപധാരിയായി വാദാത്മജൻ ആദ്യമായി എന്നെ വന്ന് കണ്ടത്. അതിനടുത്ത് കാണുന്ന പ്രസ്രവണമെന്ന ഗഹ്വരത്തിലാണ് വാനരന്മാർ നിന്നെ അന്വേഷിച്ച് തെക്കോട്ട് യാത്ര തിരിച്ചപ്പോൾ ഞാനും സൗമിത്രിയും കഴിഞ്ഞുകൂടിയത്. സീത രാമനോട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. കിഷ്കിന്ധയിൽ ഇറങ്ങി ബാലിയുടെയും സുഗ്രീവന്റെയും പത്നിമാരെയും കൂടി നമുക്ക് കൊണ്ടുപോകണം. അതിനു പുറമെ ഇതിലിരിക്കുന്ന വാനരന്മാരും പോയി അവരുടെ ഭാര്യമാരെ ഒന്ന് കണ്ടുവരട്ടെ. വിരഹ ദുഃഖത്തിന്റെ വേദന നമ്മളും അനുഭവിച്ചവരാണല്ലോ.
വിമാനം കിഷ്കിന്ധയിൽ ഇറങ്ങി. അപ്പോൾ സീതാദേവി കവികളോടായി പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ഭാര്യമാരെയും കൂട്ടിക്കൊണ്ട് വേഗം വരൂ, അവരും കൂടി അയോധ്യയിലേക്ക് വരട്ടെ. കേട്ട പാതി കേൾക്കാത്തത് പാതി വാനരന്മാർ അവിടെ നിന്നും ഓടി അല്പസമയത്തിനുള്ളിൽ തങ്ങളുടെ പ്രണയിനികളുമായി തിരിച്ചു വന്നു. അതിനിടയിൽ സുഗ്രീവന്റെ ആജ്ഞപ്രകാരം താരയും രുമയും ആഗമിച്ചു കഴിഞ്ഞിരുന്നു. ജനകാത്മജ അവരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിച്ചു. താര വിധവയല്ലേ, വിമാനത്തിൽ കയറാമോ എന്നൊരു സന്ദേഹം വൈദേഹിക്കുണ്ടായി. താര പാലാഴിയിൽ നിന്നും ഉദയം ചെയ്ത അപ്സര നാരിയായതിനാൽ വൈധവ്യദോഷം ആ മഹതിയെ ബാധിക്കയില്ല എന്ന് രാമൻ വിധിച്ചു. തൽക്ഷണം തന്നെ എല്ലാവരും വിമാനത്തിൽ കയറി യാത്ര തുടർന്നു. ജനകാത്മജ ത്രിജടയെ താരയ്ക്കും രുമയ്ക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അവളുടെ വിശിഷ്ട സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ പുണ്യവാനായ പിതാവിൻ്റെ പുണ്യവതിയായ പുത്രി എന്ന് അവർ പ്രശംസിച്ചു. പിന്നീട് അവർ സരമയുമായും കുശല പ്രശ്നങ്ങൾ നടത്തി. വിമാനം അതിശീഘ്രം പ്രയാണം ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ ദണ്ഡകാരണ്യം, ജനപദം, ശബരിയാശ്രമം, ചിത്രകൂടാചലം, ജടായു സംഗമസ്ഥലം, പഞ്ചവടി, അഗസ്ത്യാശ്രമം, വാൽമീകി ആശ്രമം, ഭരദ്വാജാശ്രമം എന്നിവയെല്ലാം കൗസല്യാത്മജൻ ജനകാത്മജയെ കാണിച്ചു കൊടുത്തു. അവിടെ നടന്ന സംഭവങ്ങളെയും വിവരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. നയനരമണീയങ്ങളായ ആ ദൃശ്യങ്ങൾ കണ്ട് മൈഥിലി മഴക്കാറ് കണ്ട മയിൽപേടയെ പോലെ ആനന്ദവതിയായി. ഭരദ്വാജാശ്രമത്തിന്റെ ഉപരിതലാകാശത്തിലെത്തിയപ്പോൾ ഭഗവത് മനോരഥമനുസരിച്ച് വിമാനം മന്ദമന്ദം താഴെ വന്ന് നിശ്ചലമായി നിന്നു. രാമചന്ദ്രന്റെ ആഗമനം ദിവ്യ ചക്ഷുസിനാൽ നേരത്തെ അറിഞ്ഞിരുന്ന മാമുനീന്ദ്രൻ കാമധേനു പുത്രിയായ നന്ദിനിയുടെ ദാനവൈഭവത്താൽ ആഗതരെ സൽക്കരിക്കുവാൻ വേണ്ട വിഭവങ്ങൾ സംഭരിച്ചിരുന്നു. ഉചിതമായ ഉപചാരത്തോടും ഭവ്യതയോടും വണക്കത്തോടും കൂടി ഭരദ്വാജ മഹർഷി ദശരഥ നന്ദനന്മാരെയും ജാനകീദേവിയെയും അർഘ്യപാദ്യാദികൾ നൽകി സ്വീകരിച്ചു. അനന്തരം ഹൃദ്യമായ ഭക്ഷണപാനീയങ്ങൾ നൽകി അതിഥികളെ എല്ലാവരെയും അദ്ദേഹം അതീവ സംതൃപ്തരാക്കി. രാവണവധം വരെയുള്ള സർവസംഭവങ്ങളും ദിവ്യദൃഷ്ടിയാൽ ആ മഹർഷീശ്വരൻ അപ്പോഴപ്പോൾ അറിഞ്ഞുകൊണ്ടിരുന്നു. അന്ന് 14 വർഷം തികയുന്ന ദിവസമാണ്. അതുകൊണ്ട് അന്ന് തന്നെ തനിക്ക് അയോധ്യയിൽ എത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് ദാശരഥി നിവേദിച്ചപ്പോൾ അടുത്ത ദിവസം പോയാൽ മതിയെന്ന് താപസോത്തമൻ അരുളി ചെയ്തു. അതനുസരിച്ച് മഹർഷീശ്വരന്റെ ആതിഥ്യം സ്വീകരിച്ച് അന്ന് എല്ലാവരും അവിടെ താമസിച്ചു. വനവാസത്തിന്റെ അവസാനത്തെ ദിവസമായിരുന്നു അത്. 14 വർഷം തികഞ്ഞ ഒരു പഞ്ചമി ദിവസം ആയതിനാൽ അയോധ്യാകുമാരന് യാതൊരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ അദ്ദേഹം മുനീന്ദ്രനോട് രാജധാനിയിലെ വിശേഷങ്ങളെ പറ്റി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അവിടെ മാതൃജനങ്ങൾക്കും ആചാര്യ വസിഷ്ഠനും സുമന്ത്രർ തുടങ്ങിയ മന്ത്രി പുങ്കവന്മാർക്കും സൗഖ്യം തന്നെ. അങ്ങയുടെ പ്രത്യാഗമനവും പ്രതീക്ഷിച്ച് അവർ അക്ഷമരായി കാത്തിരിക്കുന്നു എന്ന് മാത്രം. ഭരത ശത്രുഘ്നന്മാർ ജഡാവൽക്കലം പൂണ്ട് നിത്യവും ഫലമൂലാദികൾ മാത്രം ഭുജിച്ചുകൊണ്ട് സിംഹാസനത്തിൽ അങ്ങയുടെ പാദുകങ്ങളും വെച്ച് പൂജിച്ച് അവയെ അഗ്രജനെന്ന് സങ്കല്പിച്ച് സർവവും അവയിൽ അധിഷ്ഠിതമാക്കി രാജധാനിയിൽ പ്രവേശിക്കാതെ നഗരത്തിന് പുറത്ത് നന്ദിഗ്രാമത്തിൽ താമസിച്ച് രാജ്യഭരണം നടത്തുന്നു. അങ്ങയുടെ വരവും പ്രതീക്ഷിച്ച് സന്യാസം സ്വീകരിച്ചുകൊണ്ടാണ് ഭരതൻ ജീവിക്കുന്നത്. എന്തൊരു ജ്യേഷ്ഠഭക്തിയാണ്, എന്തൊരു ത്യാഗമാണ്! ഇതെല്ലാം അങ്ങയെ ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്നിവിടെ വിശ്രമിക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടത്. നാളെ രാവിലെ ഒട്ടും വൈകാതെ അങ്ങ് അയോധ്യയിലേക്ക് പുറപ്പെടണം. അല്ലെങ്കിൽ സത്യപരിപാലനിഷ്ഠനായ ഭരതൻ അഗ്നിപ്രവേശം ചെയ്തെന്നു വരും. അരുണോദയത്തിന് മുമ്പ് തന്നെ രാമഭദ്രൻ അനിലപുത്രനെ വിളിച്ചരുളി ചെയ്തു. ആഞ്ജനേയ, ഇന്ന് ഞാൻ അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും. അതുകൊണ്ട് നീ വേഗം പോകണം. മാർഗമധ്യേ ശൃംഗിവേരാധിപനായ ഗുഹനെ കണ്ട് എൻ്റെ ആഗമന വൃത്താന്തം അവനെയും ധരിപ്പിക്കണം. നിന്റെ യാത്ര മംഗളമായി തീരട്ടെ എന്ന് ജനകപുത്രി അവനെ അനുഗ്രഹിച്ചു. ഹനുമാൻ വിട വാങ്ങി മറഞ്ഞു. അപ്പോൾ തന്നെ മാനുഷവേഷം പൂണ്ട് അവൻ അതിവേഗം ശൃംഗിവേരപുരത്തിലെത്തി ഗുഹനെ കണ്ട് രാമന്റെ ആഗമന വൃത്താന്തം അറിയിച്ചു. എൻ്റെ നാഥൻ വരുന്നു എന്നോ? കർണമധുരമായ ഈ വാർത്ത അറിയിക്കുന്ന അങ്ങ് ആരാണ്? ആ ദിവ്യാത്മാവിനെ തൃക്കൺ പാർക്കാൻ എത്ര നാളായി ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വാമി രാമഭദ്രൻ ഇപ്പോൾ എവിടെയാണ്?
ദൂത, അങ്ങ് സത്യം പറയുകയാണോ, അതോ ഈ ഭക്തനെ പരീക്ഷിക്കുവാൻ ചാടുവാക്കുകൾ ഉരയ്ക്കുകയാണോ? കേവലം ഒരു നിഷാദനായ ഗുഹന്റെ ഭക്തി ദ്യോതകങ്ങളായ വാക്കുകൾ കേട്ട് വിസ്മയ വിവശനായി വാതാത്മജൻ പ്രതിവചിച്ചു. ഭഗവാൻ രാമചന്ദ്രൻ സീതാസമേതം അനുജനോടും കൂടി ഭരദ്വാജാശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അദ്ദേഹം അയോധ്യയിലേക്ക് പുറപ്പെടും. ഇന്നത്തെ ഉദയത്തോടുകൂടി 14 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഭഗവാൻ അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ ഭരതകുമാരൻ അഗ്നിപ്രവേശം ചെയ്യും. അതിനു മുമ്പ് സാകേതപുരിയിലെത്തി ജ്യേഷ്ഠന്റെ ആഗമന വൃത്താന്തം അറിയിക്കുവാൻ ഞാൻ പുറപ്പെടുകയാണ്. അപ്പോൾ തന്നെ നിഷാദനാഥൻ പരിവാരസമേതം ഭരദ്വാജാശ്രമത്തിലെത്തി തന്റെ കാണപ്പെട്ട ആനന്ദമൂർത്തിയെ തൃക്കൺ പാർത്തു. രാമചന്ദ്രൻ ശൃംഗിവേരാധിപനെ നിറഞ്ഞ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു. അനന്തരം തമ്മിൽ പിരിഞ്ഞതിനു ശേഷമുള്ള സർവ്വകഥകളും പറഞ്ഞു കേൾപ്പിച്ചു. തന്നോടൊപ്പം ബന്ധുമിത്രാദികളും ഒരുമിച്ച് അയോധ്യയിലേക്ക് വരുവാൻ ക്ഷണിക്കുകയും ചെയ്തു. നേരം പുലർന്നു. വൽക്കലധാരിയായ ഭരതൻ ശത്രുഘ്നാനുഗതനായി ദക്ഷിണ ദിക്കിലേക്ക് നിർനിമേഷനായി കുറേ നേരം നോക്കി നിന്നു. ഭരതൻ പറഞ്ഞു, ശത്രുഘ്ന, ഇന്ന് 14 വത്സരം തികഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ദിവസമാണ്. എൻ്റെ കണ്ണുകൾ ജ്യേഷ്ഠനെ കാണുവാൻ കൊതിച്ചിരിക്കുന്ന സുദിനമാണിന്ന്. 14 വർഷം തികയുന്ന ദിവസം ജ്യേഷ്ഠൻ ഇവിടെ വരുമെന്നല്ലേ സത്യം ചെയ്തിട്ടുള്ളത്? ഇന്ന് ഉദയത്തോടുകൂടി ആ 14 വർഷവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നേരം ഇത്രയായിട്ടും ജ്യേഷ്ഠനെ ഇതേവരെയും കാണുന്നില്ലല്ലോ. ശത്രുഘ്നൻ പറഞ്ഞു, വല്ല മാർഗതടസ്സവും സംഭവിച്ചിരിക്കാം, അങ്ങനെ വിചാരിക്കാൻ പാടില്ലേ? ഭരതൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠന് യാതൊരു മാർഗതടസ്സവും സംഭവിക്കയില്ല. 14 വർഷം തികയുന്ന ദിവസം ഇന്നാണെങ്കിലും ഇന്നലെ തന്നെ ഇവിടെ എത്തേണ്ടതായിരുന്നു. ഇല്ല അനുജ, അദ്ദേഹം നമ്മെ വിസ്മരിച്ചു കാണും. സുദീർഘമായ 14 വർഷം, ആ കാലയളവിൽ എന്തെല്ലാം വിസ്മൃതികളുണ്ടാകാം. രാജ്യവും രാജപദവിയും ഉപേക്ഷിച്ച് താപസനായി അദ്ദേഹം കാനനത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. രാമനില്ലാത്ത അയോധ്യയെ ഒരിക്കലും ഇനി ഭരതൻ ഭരിക്കുകയില്ല. എൻ്റെ സത്യം ഞാൻ ഇന്ന് പരിപാലിക്കും. ജ്യേഷ്ഠനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇന്ന് അഗ്നിപ്രവേശം ചെയ്യും. ശത്രുഘ്ന, നീ ഈ രാജ്യം അനാഥമാക്കരുത്. നീ വേണം ഇനി രാജ്യം ഭരിക്കാൻ. അതിനുള്ള അവകാശം നിനക്കാണ് ഉള്ളത്. അപ്പോൾ ശത്രുഘ്നൻ പറഞ്ഞു, ജ്യേഷ്ഠനോട് ഇതിന് എന്ത് മറുപടി പറയണമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഭരതൻ പറയാണ്, നീയൊന്നും പറയണ്ട. ശ്രീരാമ പാദുകങ്ങൾ ഇവിടെയുണ്ട്. ആ പാവന പാദുകങ്ങളെ നിത്യം പൂജിച്ചുകൊണ്ട് രാമന്റെ പ്രതിപുരുഷനായി നീ രാജ്യം ഭരിക്കുക. രഘുവംശം നിന്നിൽ കൂടി ഇനി വളരട്ടെ. നഗരപ്രാകാരത്തിന് അല്പം അകലത്തിലുള്ള നന്ദിഗ്രാമം എന്ന സ്ഥലത്ത് വെച്ചാണ് ഭരത ശത്രുഘ്നന്മാരുടെ ഈ സംഭാഷണം നടന്നത്. ജ്യേഷ്ഠനില്ലാതെ പുരത്തിൽ പ്രവേശിക്കുകയില്ലെന്നുള്ള ദൃഢവ്രതത്തോടെ ഭരതൻ സന്യാസവൃത്തി അനുഷ്ഠിച്ച് അവിടെ താമസിച്ചുകൊണ്ട് ഭരണം നടത്തുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ പതിവനുസരിച്ച് അമാത്യന്മാരും സേനാപതികളും ആചാര്യ വസിഷ്ഠനും അവിടെ ആഗമിച്ചു. അപ്പോൾ ജ്യേഷ്ഠന്റെ ദൃഢനിശ്ചയം തൊണ്ടയിടറിക്കൊണ്ട് ശത്രുഘ്നൻ അവരോട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആകെ പരിഭ്രാന്തരായി. വസിഷ്ഠൻ സാവധാനം ഭരതനെ സമീപിച്ച് ശാന്തമായി പറഞ്ഞു, കുമാര, സാഹസം പ്രവർത്തിക്കരുത്. അയോധ്യയെ അരാജകത്വത്തിലേക്ക് വഴുതി വീഴാൻ അനുവദിക്കരുത്. ഭരതൻ പറഞ്ഞു, മഹർഷി, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശത്രുഘ്നന് വേണ്ട നിർദ്ദേശം ഞാൻ നൽകിയിട്ടുണ്ട്. സത്യപരിപാലന കർമ്മത്തിൽ നിന്നും പിന്തിരിയുവാൻ അങ്ങ് എന്നെ പ്രേരിപ്പിക്കരുത്. രാമപാദുകങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാലത്തോളം അയോധ്യ സനാഥമാണ്. അരാജകത്വം സംഭവിക്കുകയില്ല. ചിത്രകൂടത്തിൽ വെച്ച ജ്യേഷ്ഠൻ എന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട്, അനുജ, നീ സമാധാനത്തോടെ പോകൂ. 14 വർഷം തികയുന്ന ആ ദിവസം ഞാൻ അവിടെ വരും എന്നരുളി അനുഗ്രഹിച്ച് പാദുകങ്ങളും തന്നയച്ചതാണ്. നിങ്ങളെല്ലാവരും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ജ്യേഷ്ഠൻ അന്ന് വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ദേഹം പരിത്യജിക്കുമെന്നുള്ള എൻ്റെ സത്യപ്രതിജ്ഞയും ജ്യേഷ്ഠൻ സമ്മതിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ സത്യപരിപാലന കർമ്മം ഞാൻ നടത്താൻ തുടങ്ങുന്നത് നിങ്ങൾ ആരും തടുക്കരുത്. സത്യഹരിചന്ദ്രന്റെ രാജ്യമാണ് അയോധ്യ. അത് എന്നും സത്യത്തിന്റെ രാജ്യം തന്നെയായിരിക്കണം. ശത്രുഘ്ന, നേരം വൈകുന്നു. നീ വേഗം ചിത കൂട്ടൂ. ഭരതന്റെ കൽപ്പനയെ ആർക്കും ലംഘിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ക്ഷണം തന്നെ ചന്ദനവും അകിലും കൊണ്ടുള്ള ഒരു ചിത അവിടെ സജ്ജമായി. ഭരതന്റെ അഗ്നിപ്രവേശന വാർത്ത നഗരം മുഴുവനും നിമിഷം കൊണ്ട് പരന്നു. സങ്കടത്തോടെ പൗരാവലികളും ഒരുപാട് അവിടെ വന്നുകൂടി. അന്തപുരത്തിലെ അമ്മമാരും പത്നിമാരും അത് കേട്ട് പ്രാണവേദനയോടെ അവിടെ ഓടി അണച്ചെത്തി. ആരൊക്കെ വന്നിട്ടും ആരൊക്കെ ഉപദേശിച്ചിട്ടും ഭരതനെ അവന്റെ ദൃഢനിശ്ചയത്തിൽ നിന്നും പിന്മാറ്റാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല.
ചിതയിൽ അഗ്നി ആളിക്കത്തിത്തുടങ്ങി. ഭരതൻ കുളിച്ച് ഭക്തിപൂർവം രാമപാദുകങ്ങളെ നമസ്കരിച്ചതിനു ശേഷം ചിതയുടെ അടുത്ത് വന്ന് തൊഴുത് സർവ്വദേവന്മാരെയും സാക്ഷിയാക്കി അഗ്രജനെ അന്തരംഗത്തിൽ ധ്യാനിച്ചുകൊണ്ട് അതിനെ വലത്തു വയ്ക്കാൻ തുടങ്ങി. അടക്കി പിടിച്ച ശ്വാസത്തോടെ കാണികൾ അത് നോക്കി നിന്ന് അശ്രുധാര വാർത്തു. 7 പ്രദക്ഷിണങ്ങളാണ് വേണ്ടത്. 5 പ്രദക്ഷിണങ്ങൾ കഴിഞ്ഞു. ഇനി 2 പ്രദക്ഷിണങ്ങൾ കൂടിയാണ് ഉള്ളത്. തീ ആളുകയാണ്. അതാ അപ്പോൾ മുകളിൽ ഒരു ശബ്ദം. ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ എത്തി. ഭരതകുമാര, അരുത്, അരുത്, നിർത്തൂ. ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണ സമേതം അയോധ്യയിൽ ആഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വാനവാണിയുടെ ഉത്ഭവം എവിടുന്നാണ്? എല്ലാവരും കണ്ണുനീർ തുടച്ച് വിസ്മയ വിവശരായി ആകാശത്തേക്ക് നോക്കി. വെള്ളി മേഘമെന്ന പോലെ ഒരു ദേവദൂതൻ അമ്പരമണ്ഡലത്തിൽ നിന്നും അതിവേഗം താഴെ ഇറങ്ങി അർത്ഥമൂർച്ഛിതനായി ചിതയ്ക്ക് പ്രദക്ഷിണം വയ്ക്കുന്ന ഭരതന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മോഹവിമുക്തനായി ആ കുമാരൻ ചോദിച്ചു, ഈ സന്തോഷ വാർത്തയും വഹിച്ചുകൊണ്ടുവന്ന അങ്ങ് ആരാണ്? വാനവനോ മാനവനോ ഗന്ധർവനോ കിംപുരുഷനോ ആരാണ്? ആകാശവാണിയായി ഞാൻ കേട്ടത് വെറും സ്വപ്ന ശബ്ദമാണോ? ഞാൻ ഉറങ്ങുകയാണോ അതോ ഉണർന്നിരിക്കുകയാണോ? ഹനുമാൻ പറഞ്ഞു, കുമാര, ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. ജാനകിയോടും സൗമിത്രിയോടും വമ്പന്മാരായ വളരെ വാനര വീരന്മാരോടും വിഭീഷണാദി രക്ഷോവര വീരന്മാരോടും ശൃംഗിവേരാധിപൻ നിഷാദ പുങ്കവനോടും ഉത്തമകളായ അവരുടെ പത്നിമാരോടും കൂടി രാമചന്ദ്ര പ്രഭു പുഷ്പക വിമാനത്തിൽ ഭരദ്വാജാശ്രമത്തിൽ ഇന്നലെ വൈകിട്ട് തന്നെ എഴുന്നള്ളി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തും. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു എളിയ ദാസനും ദൂതനുമാണ്. വർഗത്തിൽ വാനരനാണ്. പേര് ഹനുമാൻ എന്നാണ്. മാരുതി മാനുഷവേഷം വെടിഞ്ഞ് തന്റെ സ്വന്തം മർക്കട രൂപം സ്വീകരിച്ചു. ഭരതൻ ചോദിച്ചു, ജ്യേഷ്ഠന്റെ കൂടെ വാനരന്മാരും രാക്ഷസന്മാരും പുറപ്പെടാൻ കാരണം എന്താണ്? കുബേരന്റെ പുഷ്പക വിമാനം ജ്യേഷ്ഠന് എങ്ങനെ ലഭിച്ചു? ചിത്രകൂടത്തിൽ വെച്ച് രാമ ഭരതന്മാർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം നടന്ന സർവ്വസംഭവങ്ങളും സമീരണപുത്രൻ സർവ്വയാളുകളും കേൾക്കെ സവിസ്തരം പ്രതിപാദിച്ചു. രാമന്റെ അമാനുഷിക പ്രഭാവങ്ങളെക്കുറിച്ചുള്ള വീരകഥകൾ കേട്ട് അവർ പരമാത്ഭുത പരിസബ്ധരായി നിന്നുപോയി. നിറഞ്ഞ കണ്ണുകളോടെ അവർ പരന്ന നീലാകാശത്തേക്ക് വിമാനത്തിന്റെ വരവും നോക്കി നിന്നു. ബാക്കി നമുക്ക് നാളെ പറയാം.